എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ പറഞ്ഞ 3000 ഡയാലിസിസ് പേഷ്യൻസിനെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ ആൻജിയോപ്ലാസ്റ്റി ജില്ലാ ആശുപത്രികളിൽ നടത്തുന്ന പേഷ്യൻസിനെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ബ്രാക്കി തെറാപ്പി ഇവിടെ സൗജന്യമായി ചെയ്യുന്ന നമ്മുടെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? റോബോട്ടിക് സർജറി സൗജന്യമായി RCCയിൽ നടത്തുന്ന ആളുകളെ പുറത്തേക്ക് സൗജന്യമായി എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഹൈപെക് തെറാപ്പി ഇവിടെ സൗജന്യമായിട്ടോ 16,000 രൂപ കൊടുത്തോ ചെയ്യുന്ന മനുഷ്യരെ 5 ലക്ഷവും 6 ലക്ഷവും പേ ചെയ്തുകൊണ്ട് പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ലക്ഷ്യമാണ്? ഇത് വളരെ ക്ലിയർ ആണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആഗോള സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ്. 1750 ചെറിയ ഹോസ്പിറ്റലുകൾ പൂട്ടി. ഇനി പൂട്ടിക്കേണ്ടത് സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ഇപ്പൊ വിളപ്പിൽ ഒരു ആശുപത്രി പൂട്ടി, ഒരു ആരോഗ്യ കേന്ദ്രം, ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പൂട്ടി. നമ്മൾ കണ്ടു ചാനലുകളിലൂടെ. അവിടെ CCTV ഉണ്ട്, അവിടെ ചെയറുകളുണ്ട്, അവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ രാത്രി രോഗ ചികിത്സയില്ല. 3 ആരോഗ്യ പ്രവർത്തകർ രാജിവെച്ചു പോയി. ഈ ആഗോള സ്വകാര്യ കുത്തകകൾക്ക് മുന്നിൽ കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ അടിയറ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രഖ്യാപനം. എൻ്റെ പ്രിയപ്പെട്ടവരെ,